നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സെയിൽസ് കൊട്ടേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് സെയിൽസ് കൊട്ടേഷൻ, അതേപോലെ തന്നെ സെയിൽസ് കൊട്ടേഷനെ നമ്മൾ എങ്ങനെയാണ് ഓർഡറും അതേപോലെ തന്നെ ടാക്സ് ഇൻവോയ്സുമായിട്ട് കൺവേർട്ട് ചെയ്യുക, ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് എൻ്റെ ക്ലയൻറ്റിനെ ഞാനൊന്ന് ഇൻഫോം ചെയ്യും. അങ്ങനെ ഞാൻ കൊടുക്കുന്ന ഒന്നാണ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് പാർട്ടിയെ ഇൻഫോം ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിനെന്താണ്, ഒരു ഓതന്റിക് സപ്പോർട്ട് ഒന്നുമില്ല. അതായത് നമ്മളുടെ ഒരു അക്കൗണ്ടിനെയും അത് അഫക്റ്റ് ചെയ്യില്ല. നമ്മളത് ഓപ്ഷണൽ ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. കാരണം അക്കൗണ്ടിനെ എന്നും നമുക്ക് അഫക്റ്റ് ചെയ്യില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ, ബാലൻസ് ഷീറ്റിനെ ഒന്നും അത് അഫക്റ്റ് ചെയ്യില്ല. നമുക്ക് ആ കൊട്ടേഷനെ പിന്നീട് പാർട്ടി ആ സാധനം എടുക്കാൻ തയ്യാറാണെങ്കിൽ പാർട്ടി നമുക്ക് ഓർഡർ ഇങ്ങോട്ട് തരും, സെയിൽസ് ഓർഡർ നമുക്ക് തരും. അപ്പോൾ ആ ഓർഡർ തരുമ്പോൾ പാർട്ടി കൺഫേം ആയിട്ടായിരിക്കും ഓർഡർ തരുന്നുണ്ടായിരിക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും ഹൈപ്പും കൂടി ചെയ്യണേ. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റിൽ നമുക്ക് കൊട്ടേഷൻ എന്നുള്ള ഒരു വൗച്ചർ ടൈപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്രിയേറ്റ് ആണ് എടുക്കേണ്ടത്. അതിലിവിടെ വൗച്ചർ ടൈപ്പാണ് എടുക്കേണ്ടത്. ഇവിടെ വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് കൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് അടിക്കാം, സെയിൽസ് കൊട്ടേഷൻ. ഇതിൻ്റെ അണ്ടർ കൊടുക്കേണ്ടത് സെയിൽസ് ഓർഡർ ആയിട്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇതിൻ്റെ അണ്ടർ സെയിൽസ് ഓർഡർ സെലക്ട് ചെയ്തിട്ട് എടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ചോദിക്കും, ആക്ടിവേറ്റ് ദിസ് വൗച്ചർ ടൈപ്പ്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ എല്ലായ്പ്പോഴും യെസ് കൊടുക്കണം, എന്നാലേ നമുക്ക് കൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ചോദിക്കും, മേക്ക് ദിസ് വൗച്ചർ ടൈപ്പ് ആസ് ഓപ്ഷണൽ ബൈ ഡിഫോൾട്ട്. ഈ ഒരു ഓപ്ഷനും കൂടി നമ്മൾ യെസ് കൊടുക്കണം. ഇത് നമ്മൾ എസ് കൊടുത്തതിന് ശേഷം ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. ഇനി നമുക്ക് സെയിൽസ് കൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. വൗച്ചർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ജസ്റ്റ് അതർ വൗച്ചേഴ്സ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എടുക്കാം. അതർ വൗച്ചേഴ്സ് ക്ലിക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെയിൽസ് കൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് കാണും. Ctrl F8 അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് സെയിൽസ് കൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആർക്കാണ് നമ്മൾ കൊട്ടേഷൻ കൊടുക്കുന്നത്, നമുക്ക് ആ പാർട്ടിയെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു പാർട്ടിയെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു പാർട്ടിയിലേക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടെടുത്തു. അണ്ടർ സൺഡേ ഡെറ്ററിലേക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ഇവിടെ ജസ്റ്റ് നമ്മൾ എൻ്റർ അടിച്ചു. ഇവിടെയും നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ നമുക്ക് സെയിൽസ് ലെഡ്ജറിൻ്റെ ഇവിടെ നമുക്ക് സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമുക്ക് ഐറ്റം, ഞാൻ ഓൾറെഡി ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു. TV ഞാൻ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ഞാൻ ഡ്യൂ ഓൺ എന്നുള്ളടത്ത് 1.5 കൊടുത്തു. അപ്പോൾ 2 എണ്ണമാണ് ഞാൻ കൊട്ടേഷനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര ക്വാണ്ടിറ്റി ഉണ്ട്, ഇപ്പോൾ ഇന്ന റേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാം അത്. അപ്പോൾ ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാൻ കൊടുത്തു, ഒരു 25,000 കൊടുത്തു. ഞാൻ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ഇനി നമുക്ക് ഇതിൻ്റെ ടാക്സുകളോ കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ എന്ത് കൊടുത്താലും ഈ ഒരു എൻട്രി അഫക്റ്റ് ചെയ്യില്ല, അത് നമ്മുടെ ഒരു റിപ്പോർട്ടിനെയും അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ടാക്സ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ബില്ലിൽ കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കൊടുക്കുന്നു, ഔട്ട്പുട്ട് CGST കൊടുത്തു. അതേപോലെ തന്നെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ഔട്ട്പുട്ട് SGSTയും കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ എൻട്രി കണ്ടോ, ഓപ്ഷണലായിട്ടാണ് നിൽക്കുന്നത്. അതായത് നമ്മുടെ അക്കൗണ്ടിനെ ഒന്നും അഫക്റ്റ് ചെയ്യില്ല. നമുക്കിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ച് സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് നമ്മളുടെ റിപ്പോർട്ട് ഒന്നെടുത്ത് നോക്കാം. നമുക്ക് സ്റ്റോക്ക് സമ്മറി ഒന്നെടുത്ത് നോക്കാം. സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ TV നമുക്ക് 5 എണ്ണം ഉണ്ട്. നമ്മളിത് സ്റ്റോക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, പക്ഷേ ഇവിടെ നമുക്ക് ഔട്ട്വേർഡിൽ ഒന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു കൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്സിനെ ഒന്നും അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ പാർട്ടിക്ക് കൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ പാർട്ടിക്ക് അത് താല്പര്യമുണ്ട്. അപ്പോൾ ഈ കൊട്ടേഷനെ തന്നെ നമുക്ക് സെയിൽസ് ഓർഡർ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സെയിൽസ് കൊട്ടേഷൻ നമുക്ക് പ്രിന്റ് എടുക്കുക എന്നുള്ളത് നോക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ നമുക്ക് ഡാബുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് സെയിൽസ് കൊട്ടേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് പ്രിന്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പ്രിന്റ് എടുത്തു, കറണ്ട് എടുത്തു. ഇവിടെ നമുക്ക് ജസ്റ്റ് പ്രിവ്യൂ നോക്കാം. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ F4 അടിച്ചാൽ മതി.
അപ്പോൾ ഇവിടെ കണ്ടു നമുക്ക് കൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്, ഐറ്റം എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൊട്ടേഷനാണ് നമ്മൾ പാർട്ടിക്ക് നമ്മൾ സെൻഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾക്ക് എന്താ പറയുക എക്സ്പോർട്ട് ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇമെയിൽ വഴി ഷെയർ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ കൊട്ടേഷനെ എന്താണ് നമ്മൾക്ക് സെയിൽസ് ഓർഡർ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ള ആ കൊട്ടേഷനെ അവരെന്താണ് നമുക്ക് എന്താണ് സെയിൽസ് ഓർഡർ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റെഗുലർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ കളഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായി സെയിൽസ് ഓർഡർ ആയിട്ട് മാറി. ആ കൊട്ടേഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ എന്താക്കിയിട്ട് വെച്ചത്, ഓപ്ഷനിലാക്കിയിട്ട് വെച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ റെഗുലർ കൺട്രോൾ എല്ലാം അടിച്ചു. എന്നിട്ട് നമുക്ക് എന്താണ് ഇത് ജസ്റ്റ് ഒന്ന് കൺട്രോൾ അടിച്ചിട്ട് നമ്മൾക്ക് സേവ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ റെഗുലർ ആക്കി മാറ്റി. ഇനി ഇതിന് നമുക്ക് പ്രിൻ്റ് ഒന്ന് എടുത്ത് നോക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ പ്രിൻ്റ് എടുത്തു, കറണ്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് പ്രിവ്യൂ എടുത്തിട്ട് നോക്കാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ F4 അടിച്ചു. ഇപ്പോൾ നോക്കൂ ആ കൊട്ടേഷൻ ഓൾറെഡി ഇപ്പോൾ എന്തായി മാറി, സെയിൽസ് ഓർഡർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത് നമ്മൾ കൺട്രോൾ അടിച്ച് സേവ് ചെയ്തു. ഇപ്പം നമുക്ക് എന്താണ് ഓർഡറായി. അപ്പോൾ അവർക്ക് ബില്ല് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് എന്താണ് സെയിൽസ് ആണ്. നമുക്ക് സെയിൽസ് എടുത്തു. ആരൊക്കെയാണ് കൊടുക്കണത്, രാജിനാണ് കൊടുക്കണത്. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. അപ്പോൾ ഇവിടെ കണ്ടു നമുക്ക് ഓർഡർ നമ്പർ 1. നമുക്ക് ഓർഡർ നമ്പർ 1 അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഓർഡറിൻ്റെ ക്വാണ്ടിറ്റിയും ഐറ്റവും എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ നമുക്ക് കാണിക്കും. ഇപ്പോൾ നമുക്ക് TV വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി എന്താണ് നമ്മളുടെ സെയിൽസ് ബില്ലായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് നമുക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഒരു എൻട്രി സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോക്കിൻ്റെ റിപ്പോർട്ട് എടുത്ത് നോക്കിയാലോ. നമുക്കിവിടെ സ്റ്റോക്ക് സമ്മറി എടുക്കാം. അപ്പോൾ സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കിയാൽ TV നമുക്കിവിടെ കാണുന്നുണ്ട്. നമ്മളൊന്നും കൂടി ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് TV നമുക്കിവിടെ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് എടുത്തു. ഇപ്പോൾ കണ്ടു നമുക്ക് ഇത് സെയിൽസ് ആയിട്ട് 2 എണ്ണം പോയിട്ടുണ്ട്. 5 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ 2 എണ്ണം പോയി, ബാക്കി 3 എണ്ണം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള റിപ്പോർട്ട് കാണിച്ചു. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ എടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സെയിൽസിൻ്റെ ആണ് നമുക്ക് പ്രിൻ്റ് എടുക്കണമെങ്കിൽ നമ്മൾ പ്രിൻ്റ് എടുത്തു, കറണ്ട് എടുത്തു, ഇവിടെ നമുക്ക് പ്രിവ്യൂ എടുക്കാം. അപ്പോൾ ഇവിടെ പ്രിവ്യൂ എടുത്തു, ഡീറ്റെയിൽ ആയിട്ട് കാണാൻ F4 അടിച്ചു. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എന്തായി മാറി, ടാക്സ് ഇൻവോയ്സ് ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, കൊട്ടേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അക്കൗണ്ടിനെ അത് ബാധിക്കില്ല. ആ ഒരു കൊട്ടേഷനെ നമ്മൾ എന്താക്കിയിട്ട് മാറ്റി, സെയിൽസ് ഓർഡർ ആയിട്ട് നമ്മൾ മാറ്റി. അതായത് ഓപ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ അതൊരു സെയിൽസ് ഓർഡറായി മാറി. പിന്നീട് ലാസ്റ്റ് പാർട്ടി ഫൈനലൈസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഗുഡ്സ് അയച്ചു കൊടുക്കുമ്പോൾ സെയിൽസിൻ്റെ ബില്ലാണ് ഇഷ്യൂ ചെയ്യണത്. അപ്പോഴാണ് ഇത് ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിനെ ബാധിക്കുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.